അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 9ാം ദിനം എത്തിയിരിക്കുകയാണ്. 9ാം ദിനമുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഗംഗാവലി നദിയിൽ തന്നെയാണ് ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ആർമിയുടെയും നേവിയുടെയും ഒപ്പം SDRF NDRF സംഘങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ഇന്ന് അത്യാധുനിക ഉപകരണമായ ബൂം ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആണ് നടക്കുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ശക്തമായ ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ നദിയുടെ നടുഭാഗത്താണ് അത്തരത്തിലുള്ള ഒരു മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ശക്തമായി ഒലിച്ചിറങ്ങിയ മണയിൽ നിന്നും ഒരു ടൺ കണക്കിന് മണ്ണാണ് താഴേക്ക് ഒലിച്ചിറങ്ങിയത്. അപ്പോൾ അതിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണ് ഇപ്പോൾ നദിയിലേക്ക് അകപ്പെട്ടപ്പോൾ വലിയൊരു മൺകൂനയായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് 20 അടി താഴ്ചയോളമുള്ള ഒരു ഗംഗാവലി നദിയാണ്. അതിൽ ഇപ്പോൾ 15 അടിയോളം മുകളിലാണ് ഇപ്പോൾ 20 അടി താഴ്ച കഴിഞ്ഞ് 15 അടിയോളം മുകളിലേക്കാണ് മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഏതായാലും ബൂം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഈ ബൂം എന്ന് പറയുന്നത് ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB മോഡലുള്ള ഒരു യന്ത്രമാണ്. അതായത് ഈ JCBയുടെ ബാക്കിലെ ബക്കറ്റ് ഉണ്ട്, ബാക്കിലെ കൈ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഡബിൾ ആയിട്ട്, അതായത് 60 അടി താഴ്ചയിലേക്ക് വരെ കുഴിയെടുക്കാൻ സാധിക്കുന്ന ഡബിൾ ബൂം എന്ന യന്ത്രം ഉപയോഗിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത്. ഒപ്പം തന്നെ പാലക്കാട് നിന്നുള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥനും ഇന്നത്തെ തിരച്ചിലിൽ പങ്കാളികളാവും. അത്തരത്തിലുള്ളൊരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഏതായാലും MLA നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. MLA അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 8 നാൾ കഴിഞ്ഞ് ഇന്ന് 9 നാൾ എത്തിയിരിക്കുകയാണ്. നാളെ അത് 10 ദിവസമാകും. 10 ദിവസമായിട്ടും അർജുനെ കണ്ടെത്താനാവാത്തത് വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിൽ തന്നെയാണ് ആഴ്ത്തുന്നത്. കേരളത്തിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ അർജുനെ വീട്ടുകാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അർജുൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചും അത് വലിയ രീതിയിലുള്ളൊരു ദുഃഖം രേഖപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഏതായാലും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ SDRFൻ്റെയും NDRFൻ്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടെ ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇതുവരെയും ലോറികളൊന്നും കടത്തിവിട്ടിട്ടില്ല. കാരണം ലോറികളൊക്കെയും ഇവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ലോറികളൊന്നും ഇവിടെയും കടത്തിവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഏകദേശം ഈ ഒരു മൺകൂനയിൽ നിന്ന് ഇന്നലെ സിഗ്നൽ ലഭിച്ചതായുള്ള വിവരം ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തുവരും. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ മൺകൂനയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. ഏതായാലും ആ ഒരു ബൂം ഉപയോഗിച്ച് നടക്കുന്ന പരിശോധന ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന ലഭിക്കുമെന്നുള്ള വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് അധികാരികൾക്കും ഉള്ളത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ MLA 2 തവണയാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്ന സാഹചര്യം, അതായത് ഈ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വാഹനം തലകീഴായി ഒരു 2 തവണയൊക്കെ ഉരുണ്ട് തലകീഴായിട്ടാണ് മറിഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെ ബൂം ഉപയോഗിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഈ ബൂം ആദ്യം തട്ടുന്നത് ചിലപ്പോൾ ടയറിലായിരിക്കും. അങ്ങനെ ആ ടയറിലാണ് തട്ടുന്നതെങ്കിൽ അവിടെ ഒരു റോപ്പ് ഉപയോഗിച്ച് കെട്ടി തിരിച്ച് പുറത്തേക്ക് എടുക്കും, ലോറി പുറത്തേക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ ലോറി ഈ മൺകൂനയിലുണ്ടെങ്കിൽ ലോറി ഇന്ന് തന്നെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തകർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഏതായാലും രഞ്ജിത്ത് ഇസ്രായേലി ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ മറ്റ് 25 പേരുടെ ലിസ്റ്റാണ്. അതായത് കേരളത്തിൽ നിന്ന് 15ഓളം സംഘങ്ങളാണ് സന്നദ്ധ സേവന സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ 25ഓളം പേരുടെ എക്സ്പേർട്ടായിട്ടുള്ള 25ഓളം പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. അതിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നും ഇന്ന് അറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ 9ാം നാളും തുടരുകയാണ്. ശിരൂരിൽ നിന്നും ഫൈസൽ അസീസ്, 1 ഇന്ത്യ മലയാളം.